പ്രിയപ്പെട്ടവരെ, കണ്ണനല്ലൂർ മദർ ഡൊളോറസ് യൂണിറ്റിന്റെ പേരിൽ എല്ലാവർക്കും സ്വാഗതം. നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും എന്ന ബൈബിൾ വാക്യം വാഴ്ത്തപ്പെട്ട കാർലോ ജൂലിയ ദമ്പതികളുടെ ജീവിതത്തിൽ ശ്രദ്ധേയമായി തെളിഞ്ഞിരിക്കുന്ന ഒരു വാസ്തവമാണ്. അവരുടെ ദാമ്പത്യ ജീവിതം കുറിക്കുന്ന ശുഭമുഹൂർത്തമാണ് ഈ ദിവസങ്ങളിൽ നാം സ്മരിക്കുന്നത്. വിശ്വാസത്തിലും സ്നേഹത്തിലും അടിയുറച്ച അവരുടെ ദാമ്പത്യം ഒരു കുടുംബ ജീവിതത്തിൽ മാത്രം പരിമിതമാകാതെ ആയിരക്കണക്കിന് നിരാശ്രയർക്ക് അവലംബമായി സൗരഭ്യം പരത്തിയിരിക്കുന്നു. ദൈവവചനത്തിൽ വേരുറച്ച അവരുടെ വിശ്വാസവും ആത്മീയ ചൈതന്യവും നമ്മൾ ഏവരെയും പ്രചോദിപ്പിക്കുകയും ദൈവേഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കണ്ണനല്ലൂർ മദർ ഡൊളോറസ് യൂണിറ്റിലെ ചില അംഗങ്ങൾ വാഴ്ത്തപ്പെട്ട കാർലോ ജൂലിയ ദമ്പതിമാർ തങ്ങൾക്ക് പ്രേരണാത്മകമായി നൽകിയ ഏതാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മോളി ബ്രൂസ്. ഞാൻ കണ്ണനല്ലൂർ അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ലാസ യൂണിറ്റ് അംഗമാണ്. 2019 കണ്ണനല്ലൂർ ഇടവകയിൽ ലാസ യൂണിറ്റ് തുടങ്ങിയെങ്കിലും 2021 ഞാനിതിൽ അംഗമായി ചേർന്നത്. ഈ ഗ്രൂപ്പിൽ ഒരംഗമായി മാറിയ ശേഷം എനിക്ക് ലഭിച്ചിട്ടുള്ള ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ കൃതാർത്ഥയാണ്. ലാസയിലെ കൂട്ടായ്മയിലൂടെയുള്ള യാത്രയിൽ എനിക്ക് ധാരാളം അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇടവകയിലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നടന്നു വരുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും കാർലോ ജൂലിയ ദമ്പതികളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും വിവിധ മേഖലകളിൽ കഴിയുന്ന വിധം പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ചെന്നൈ, നീലേശ്വരം എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടന്ന കൂട്ടായ്മകളിലൂടെയും വളരെയേറെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എനിക്ക് സാധിച്ചു. ഈ അവസരങ്ങളിലൊക്കെ ഞങ്ങളിലുള്ള സിസ്റ്റേഴ്സിന്റെ കരുതൽ പ്രശംസനീയമാണ്. ഈ ക്ലാസ്സുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഘടകം വാഴ്ത്തപ്പെട്ടവരായ കാർലോ ടാൻക്രഡിയുടെയും ജൂലിയ കൊബാൾട്ടിന്റെയും ജീവിത മാർഗങ്ങളാണ്. ഈ പുണ്യ ദമ്പതികളെ കുറിച്ച് അറിയുവാനും അവർക്ക് ലഭിച്ച ആത്മീയ ചൈതന്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ പുണ്യ ദമ്പതികളുടെ ജീവിത രീതിയും അവർ നേടിയെടുത്ത ആത്മീയ മൂല്യങ്ങളും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒരു നവീകരണം സൃഷ്ടിച്ചുവെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. തുടർന്ന് കാർലോ ടാൻക്രഡിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ട്യൂറിൻ എന്ന സ്ഥലത്ത് കാർലോ ടാൻക്രഡി എന്ന വെള്ളി നക്ഷത്രം ജനിച്ചിരുന്നു. ഒട്ടാവിയോയും പൗളിൻ ഡി ലാബാറ്റിയും ആയിരുന്നു മാതാപിതാക്കൾ. തികഞ്ഞ ദൈവവിശ്വാസിയും നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമയുമായിരുന്നു കാർലോ. വളരെ ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിവൈഭവത്തിലും കുലീനതയിലും വളർന്നു വരുവാൻ കാർലോയ്ക്ക് സാധിച്ചു. നെപ്പോളിയൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ജൂലിയ കൊബാൾട്ടിനെ തന്റെ ജീവിത സഖിയാക്കുവാൻ ആഗ്രഹിക്കുകയും 1806 ഓഗസ്റ്റ് 18-ാം തീയതി അവർ വിവാഹിതരാകുകയും ചെയ്തു. വിവാഹശേഷവും ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ താമസിക്കുവാനും ധാരാളം ഉന്നത വ്യക്തികളുമായി ഇടപഴകുവാനും സാധിച്ചു. തന്മൂലം വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നിരാലംബരായ മക്കളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു. വളരെ ധനിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന കാർലോ ആഡംബര മാർഗങ്ങൾ പൂർണ്ണമായി ത്യജിക്കുകയും മാനവരാശിയുടെ പ്രത്യേകിച്ച് അന്നത്തെ സമൂഹം പരിത്യജിച്ച പാവപ്പെട്ടവരുടെ ക്ലേശപൂർണമായ ജീവിതത്തിൽ പങ്കാളിത്തം വഹിക്കുവാനായി അദ്ദേഹത്തിന്റെ ഹൃദയം തുടിച്ചു. കൂടാതെ കൊടും തണുപ്പിൽ വിറയ്ക്കുന്ന കുഞ്ഞു മക്കളെ കമ്പിളി കൊണ്ട് പുതപ്പിക്കുവാനും വിശന്നു വലയുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുവാനും വേണ്ടി ബൊറോളോ കൊട്ടാരം വിട്ട് അദ്ദേഹം നൽകി. പാവങ്ങളെ ചേർത്തറച്ച ഒരു മഹത് വ്യക്തിയാണ് കാർലോ. അതുപോലെ തന്റെ പ്രവർത്തികളിലൂടെ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിയിലേക്ക് തിരിക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗരാജ്യം പാവപ്പെട്ടവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു ഉത്തമ നേതാവ് എന്ന നിലയിലും വാഴ്ത്തപ്പെട്ട കാർലോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്വാർത്ഥരഹിതമായ ജീവിതത്തിന്റെ ഒരു ഉത്തമ മാതൃകയായി വാഴ്ത്തപ്പെട്ട കാർലോയെ ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട കാർലോയുടെയും ജൂലിയയുടെയും ശ്രമഫലമായി സ്ഥാപിതമായ സെന്റ് ആൻസ് സഭ ദൈവകൃപയാലും ധാരാളം അനുഗ്രഹങ്ങളാലും മുന്നേറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.